സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഈശ്വർ കേരളത്തിലെ ജനസംഖ്യയുടെ മതപരമായ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും വിവിധ സമുദായങ്ങളുടെ ജനന നിരക്കിലുണ്ടായ വ്യതിയാനങ്ങളെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ ആഴത്തിലുള്ള ഒരു സാമൂഹിക ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ജനസംഖ്യാപരമായ സ്ഥിരതയില്ലായ്മ എന്ന പ്രധാന പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. മറുവശത്ത് അതിനെ മതപരമായ ഒരു കോണിലൂടെ മാത്രം നോക്കിക്കാണാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം വലിയ സംവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്നു. രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും ശാസ്ത്രീയമായ കണക്ക് ജനസംഖ്യാ സ്ഥിരതയ്ക്ക് ആവശ്യമായ മൊത്തം പ്രത്യുത്പാദന നിരക്ക് സംബന്ധിച്ചുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു സമൂഹം നിലവിലുള്ള ജനസംഖ്യ നിലനിർത്താൻ 2.1 TFR ആവശ്യമാണ്. ഈ കണക്ക് ശരിയാണ്. ഒരു ജനത അതുപോലെ നിലനിൽക്കാൻ 2.1 കുട്ടികൾ എന്ന നിരക്ക് ആവശ്യമാണ്. ഇതിൽ കുറവ് വന്നാൽ പ്രായമായവരുടെ എണ്ണം കൂടുകയും യുവതലമുറയുടെ എണ്ണം കുറയുകയും ചെയ്യും. എന്നാൽ കേരളത്തിലെ മതപരമായ ജനന നിരക്കുകൾ സംബന്ധിച്ച് അദ്ദേഹം നൽകുന്ന കണക്കുകളാണ് ചർച്ചാ വിഷയം. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹിന്ദുക്കൾ 1.3, ക്രിസ്ത്യാനികൾ 1.6, മുസ്ലിങ്ങൾ 2.3 മുതൽ 2.5 വരെയുമായിരുന്നു. ഔദ്യോഗിക സർക്കാർ കണക്കുകൾ പൊതുവായി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം TFR ഏകദേശം 1.7 ആണ്. ഇത് 2.1 എന്ന സ്ഥിരതാ നിരക്കിനേക്കാൾ വളരെ കുറവാണ്. അതായത് മതഭേദമന്യേ കേരളം മൊത്തത്തിൽ ജനസംഖ്യാപരമായ ഒരു കുറവിന്റെ പാതയിലാണ്. എങ്കിലും മതപരമായ TFRകളിൽ വ്യത്യാസമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ TFR മറ്റ് 2 സമുദായങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന 2.3 മുതൽ 2.5 എന്ന കണക്ക് നിലവിലെ NFHS 5 പോലുള്ള ഔദ്യോഗിക സർവേകളിലെ കണക്കുകളേക്കാൾ അല്പം ഉയർന്നതാണ്. എങ്കിലും ഈ വ്യത്യാസം നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന വാദം മുസ്ലിം ജനസംഖ്യ സാധാരണ നിലയിലാണ് എന്നും എന്നാൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനന നിരക്ക് അപകടകരമാം വിധം കുറയുന്നു എന്നുമാണ്. ഈ നിരീക്ഷണം സംഖ്യാപരമായി TFRന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. കാരണം കുറഞ്ഞ ജനന നിരക്ക് ഒരു സമുദായത്തിന്റെ ദീർഘകാല നിലനിൽപ്പിന് വെല്ലുവിളിയാണ്. ജനസംഖ്യാ കുറവിന്റെ പ്രായോഗിക പ്രത്യാഘാതമായി രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ അവസ്ഥയാണ്. പത്തനംതിട്ട കാട് കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും കുമ്പനാട് ഒരു പ്രേത നഗരമായി മാറുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിരീക്ഷണത്തിന് സാമൂഹ്യശാസ്ത്രപരമായ വലിയ പ്രസക്തിയുമുണ്ട്. ഒരു പ്രദേശത്തെ ജനന നിരക്ക് കുറയുകയും യുവതലമുറ വിദ്യാഭ്യാസം, തൊഴിൽ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ തേടി അന്തർദേശീയമായും അന്തർ സംസ്ഥാനമായും കുടിയേറി പാർക്കുകയും ചെയ്യുമ്പോൾ ആ പ്രദേശം ക്രമേണ വൃദ്ധജന കേന്ദ്രമായി മാറുന്നു. ഇത് സാമ്പത്തിക സാമൂഹിക സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം പോലുള്ള മധ്യ തിരുവിതാംകൂർ ജില്ലകൾ ഉയർന്ന സാക്ഷരത, കൂടിയ പ്രവാസ നിരക്ക്, കുറഞ്ഞ ജനന നിരക്ക് എന്നിവയുടെ സംയോജിത ഫലമായി ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചെറുപ്പക്കാർ ഇല്ലാത്തതിനാൽ സ്കൂളുകൾ, ബാങ്കുകൾ, ആശുപത്രികൾ എന്നിവയുടെ പ്രവർത്തനം താറുമാറാകുന്നു. എന്നാൽ ഈ പ്രതിഭാസത്തെ കേവലം ഹിന്ദു ജനസംഖ്യയുടെ കുറവായി മാത്രം കാണുന്നത് ലളിതവൽക്കരണമാണ്. ഇത് പ്രധാനമായും സാമ്പത്തിക കുടിയേറ്റം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഭേദപ്പെട്ട ജീവിത നിലവാരം, പൊതുവായ ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കേരള പ്രതിഭാസമാണ്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ പ്രശ്നം രൂക്ഷവുമാണ്. രാഹുൽ ഈശ്വർ തന്റെ നിരീക്ഷണങ്ങളെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയും രാഷ്ട്രീയ ചായ്വുകളും സാമൂഹിക ധ്രുവീകരണത്തിന് സാധ്യത നൽകുന്നതുമാണ്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രശ്നം ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 50 വർഷം മുൻപ് 21% 17.5% കുറഞ്ഞെന്നും മുസ്ലിങ്ങൾ 17% 27 വർദ്ധിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കണക്കുകൾ കൃത്യമാണെങ്കിൽ ഇത് കേരളത്തിലെ മതപരമായ സന്തുലനത്തിൽ വന്ന ശ്രദ്ധേയമായ മാറ്റമാണ്. ഈ മാറ്റം ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയാണ് അവരെ ക്രിസംഗിത്തരം പോലുള്ള ആശയങ്ങളിലേക്ക് നയിക്കുന്നതെന്നും ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ് തുടങ്ങിയ വിഷയങ്ങൾ റൈറ്റ് വിങ്ങിനൊപ്പം ചേർന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം മതന്യൂനപക്ഷങ്ങൾക്കിടയിലെ ആശങ്കകളെ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം വിരുദ്ധതയുടെ നിരാകരണം, അതേസമയം മുസ്ലിം ജനസംഖ്യ കൂടുന്നത് നോർമലാണ് എന്നും മുസ്ലിങ്ങളെക്കുറിച്ച് തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന ഭയം തെറ്റിദ്ധാരണയാണ് എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇതൊരു തരം ഇടത്തരം നിലപാടെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമായി കാണാം. അതായത് മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും എതിർക്കുമ്പോൾ തന്നെ TFRലെ വ്യത്യാസം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
RSS പോലുള്ള സംഘടനകൾ ഒരാൾക്ക് 2 കുട്ടികൾ എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായ കാര്യമായി അംഗീകരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുസ്ലിം വിരോധമില്ലാത്ത പക്ഷം ജനസംഖ്യാ സ്ഥിരതയ്ക്കുള്ള ഏത് നല്ല ആശയത്തെയും അംഗീകരിക്കാമെന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. രാഹുൽ ഈശ്വറിന്റെ അഭിമുഖത്തിലെ പ്രധാന വിഷയം ജനസംഖ്യ കുറയുന്നതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളാണ്. കേരളത്തിലെ പൊതുവായ TFR 2.1-ൽ താഴെയാണ്. ഈ കുറവ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കും. യുവാക്കളുടെ എണ്ണം കുറയുന്നത് ഉപഭോഗത്തെയും നിക്ഷേപത്തെയും നികുതി വരുമാനത്തെയും ബാധിക്കുകയും പ്രായമായവരുടെ എണ്ണം കൂടുന്നത് പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ ഭാരം സൃഷ്ടിക്കുകയും ചെയ്യും. എങ്കിലും ഈ പ്രശ്നത്തെ മതപരമായ ലെൻസിലൂടെ മാത്രം കാണുന്നത് സാമൂഹിക ഐക്യത്തിന് ഗുണകരമല്ല. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ മതപരമായ കാരണങ്ങളെക്കാൾ ഉപരിയായി വിദ്യാഭ്യാസ നിലവാരം, സ്ത്രീ ശാക്തീകരണം, നഗരവൽക്കരണം, സാമ്പത്തിക പുരോഗതി, ഗർഭനിരോധന മാർഗങ്ങളുടെ സ്വീകാര്യത, കുടിയേറ്റം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കാനുള്ള നടപടികൾ ആവശ്യമെങ്കിൽ അതൊരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെക്കാതെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന രീതിയിൽ സാമ്പത്തിക സാമൂഹിക ക്ഷേമ പദ്ധതികൾ വഴി പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുടിയേറ്റം മൂലമുള്ള യുവജനങ്ങളുടെ കൊഴിഞ്ഞുപോക്കും തൽഫലമായി ഉണ്ടാകുന്ന വാർദ്ധക്യ നിരക്കിലെ വർധനവുമാണ്. ഈ പ്രശ്നത്തെ മതപരിഗണനകൾക്കപ്പുറം ഒരു കേരളീയ പൊതുപ്രശ്നമായി കണ്ട് പരിഹാരങ്ങൾ തേടേണ്ടത് അനിവാര്യമാണ്.